ഹേ ഗായ്സ്, ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ പഠിപ്പിച്ചു തരട്ടെ. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഇതുപോലെ 2 ഫ്ലവേഴ്സ് എടുക്കുക. ഇതുപോലെ തണ്ട് നീട്ടമുള്ളത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ആദ്യമേ നമ്മൾ ഈ 2 ഫ്ലവേഴ്സ് എടുത്തതിന് ശേഷം ഒന്നിന് മുകളിൽ ഒന്നായി, അതായത് ഒരു ക്രോസ് പോലെ വെക്കുക. വെച്ചതിന് ശേഷം മുകളിലിരിക്കുന്ന പൂവിൻ്റെ തണ്ടെടുത്ത് താഴ്ഭാഗത്തിരിക്കുന്ന പൂവിൻ്റെ മുകളിൽ കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് ആ തണ്ട് കൊണ്ടുവരിക. ആ ഒരു നോട്ട് കുറച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ആ തണ്ട് പൊട്ടാത്ത പോലെ ടൈറ്റ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഫ്ലവർ എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച ആ ഒരു ഫ്ലവറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് അതെങ്ങനെയാണോ ഏത് സൈഡിൽ കൂടിയാണോ നോട്ടിട്ടത് അതേ നോട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇനി മുതൽ ഓരോ ഫ്ലവേഴ്സും വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് നോട്ട് ഇടുന്ന സമയത്ത് 2 ഫ്ലവേഴ്സ് വിട്ടിട്ട് വേണം നോട്ട് ഇടാൻ വേണ്ടി. ഇത് പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ആ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തങ്ങ് പോയാൽ മതി. ഇനി ഇതിൻ്റെ 2 എൻഡ്സും കൂടി കൂട്ടിക്കെട്ടുന്ന പരിപാടിയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ക്രോസ് ആയിട്ട് വെച്ച ടൈമിൽ താഴ്ഭാഗത്തിരുന്ന പൂവുണ്ടല്ലോ, അത് നമ്മുടെ എൻഡിലേക്ക് കൊണ്ടുവന്ന് നെക്സ്റ്റ് ഫ്ലവർ ആക്കി വെക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ഫ്ലവറോട് വെച്ചിട്ട് 2 ഫ്ലവർ ഇട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നോട്ട് ഇടുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യുന്നത് നന്നായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ നട്ടുച്ചയ്ക്ക് പോയി പൂവ് ചെയ്തുകൊണ്ട് പൂ കുറച്ച് വാടി പോയിട്ടുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ നമുക്ക് മോഡലിനെ കിട്ടിയതുമില്ല. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.